നമ്മൾ ഇന്ന് DHAയിലെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് പേപ്പറിലെ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരും. ആ ഒരു പിക്ചറാണ് ഞാൻ ഇന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം പല കാര്യങ്ങളുണ്ട്. നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും അതിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിച്ച് നിർത്തുന്നതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനായിട്ടുള്ളത് എൻവയോൺമെന്റൽ സാനിറ്റേഷന് വേണ്ടിയിട്ട് WHO നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഡെഫിനിഷൻസും കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരെന്ത് പറയുന്നു അതുപോലെ പഠിക്കണം. ഓക്കെ, ഡെഫിനിഷൻസ് എല്ലാം നമുക്ക് ഇപ്പൊ WHO ആണെങ്കിൽ WHO ഏത് ആൾക്കാരാണോ അത് പറഞ്ഞിരിക്കുന്നത് അവര് ഡിഫൈൻ ചെയ്തിട്ടുള്ള പോലെ നമ്മളത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് WHO പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റൽ സാനിറ്റേഷന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ 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 അപ്പോ എൻവയോൺമെന്റൽ സാനിറ്റേഷന് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കിക്കേ നിങ്ങള്. The control of all those factors in man's physical environment which exercise or may exercise a deleterious effect on his physical development, health and survival. Okay, കണ്ടോടാ, നോക്കിക്കേ എന്താ പറഞ്ഞിട്ടുള്ളേ, WHO എന്താ പറഞ്ഞിട്ടുള്ളേ? നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നിങ്ങളൊന്ന് പറഞ്ഞേ, ഫിസിക്കൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയാ വരുന്നേ? എല്ലാരും ഒന്ന് റിപ്ലൈ തരണേടാ. ഓക്കെ, ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? നമ്മുടെ വാട്ടർ, പിന്നെ സോയിൽ, ലൈറ്റ്, ഇതൊക്കെയാ നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ എൻവയോൺമെന്റിന് ഡെലിറ്റീരിയസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്. ഡെലിറ്റീരിയസ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതായത് ഇപ്പൊ നമ്മുടെ ജലം, മണ്ണ്, വായു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൺട്രോൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻവയോൺമെന്റൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനു സഹായിക്കുന്നാണ് പറയുന്നത്? നമ്മുടെ ഹെൽത്തിനും സർവൈവലിനും സഹായിക്കും. ഓക്കെ, ഡെഫിനിഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോ എൻവയോൺമെന്റൽ സാനിറ്റേഷനിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാട്ടർ ആണ്. നിങ്ങൾക്ക് എൻവയോൺമെന്റൽ സാനിറ്റേഷന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ ഒരു 1 മാർക്കിനോ 2 മാർക്കിനോ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ട് പോവാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സാനിറ്റേഷന്റെ ഡെഫിനിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാട്ടറിനെ പറ്റിയിട്ട്. നമുക്ക് ഡയറക്റ്റ് പോവാം. നോക്കടാ, വാട്ടറിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ അല്ല, ഒരു 4 ക്രൈറ്റീരിയാസ്. ഇത് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാം. പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിക്കാം. PSC എക്സാമിന് ഇതിൽ 4 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് ഇതിൽ എന്താ ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ PSC പോയിന്റ് ഓഫ് വ്യൂന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്താ? സേഫ് ആൻഡ് ഹോൾസം വാട്ടർ. ആ പേര് തന്നെ ഉണ്ട്, സേഫ് ആൻഡ് ഹോൾസം വാട്ടർ. എന്താടാ? സുരക്ഷിതമായിട്ടുള്ളതും ഹോൾസം, മുഴുവനായിട്ടും നമുക്ക് ഉള്ള ജലം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലടാ, സുരക്ഷിതമായ ജലം എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആ ഒരു ജലം പാലിച്ചിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ? ഫ്രീ ഫ്രം പാത്തോജനിക് ഏജൻസ്. എന്താണ് പറയുന്നത്? ആ ഒരു ജലം, വാട്ടർ എന്ന് പറയുന്നത് പാത്തോജനിക് ആയിട്ടുള്ള ഏജൻസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. പാത്തോജനിക് ഏജൻസ് എന്ന് പറയുന്നത് എന്താ?
നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളെയാണ് നമ്മൾ പാത്തോജനിക് ഏജന്റ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പാത്തോജനിക് ഏജന്റ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്നും ഈ ഒരു ജലം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ്. എന്താണ്? ഹാനികരമായ രാസവസ്തുക്കളിൽ നിന്നും ഫ്രീ ആയിരിക്കണം. രാസവസ്തുക്കൾ എങ്ങനെയൊക്കെ ആയിരിക്കും വെള്ളത്തിൽ എത്തുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? ഇൻഡസ്ട്രീസിൽ നിന്ന്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ധാരാളം വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാട്ടർ സോഴ്സസിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നത് വഴിയിട്ടൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസസ് അവിടെ എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ. തേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ? പ്ലസന്റ് ടു ദ ടേസ്റ്റ്. എന്താടാ? നമുക്ക് അത് കുടിക്കുമ്പോൾ ഒരു നല്ല ഫീൽ കിട്ടണം. എന്താ പറയുന്നത്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം കളർ ആൻഡ് ഓർഡർ. എന്താടാ? അതിന് കളറോ ഓർഡർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കുടിക്കുന്ന വെള്ളം അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ ടേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന ജലം ശുദ്ധമെന്ന് പറയണമെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കളറോ മണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. നാലാമത്തെ എന്താടാ? പോർട്ടബിൾ ഓർ യൂസബിൾ ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്. എന്താണ്? നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 4 ക്രൈറ്റീരിയാസ് ആണ് സേഫ് ആൻഡ് ഹോൾസം വാട്ടർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ 4 ക്രൈറ്റീരിയാസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? സിമ്പിൾ പോയിന്റ്സ് അല്ലേ? എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിക്കാം. PSC എക്സാമിന് 3 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാം. വിച്ച് among the following is not a criteria of safe and wholesome water അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് സ്ലൈഡ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. നമ്മുടെ വാട്ടർ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, PSC എക്സാമിനായാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിനായാലും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് അത്ര ഒരു ഇമ്പോർട്ടന്റ് ഉള്ളതല്ല. ബാക്കി 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താടാ പറയുന്നത് നോക്കിക്കേ. 50% of illness in India could be cut down by the provision of safe drinking water alone. എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള 50% അസുഖങ്ങളും ശുദ്ധജലം കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാം? കട്ട് ഡൗൺ ചെയ്യാം, അത് മാറ്റിയെടുക്കാന്നാ പറയുന്നത്. അതിനർത്ഥം എന്താ? നമ്മുടെ ഇന്ത്യയിലുള്ള 50% അസുഖങ്ങൾക്കും കാരണം എന്താ? ശുദ്ധമായ ജല ലഭ്യത ഇല്ലാത്തതാണ്. അത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്. എന്താണ്? നമ്മുടെ ബേസിക് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അതായത് ഒരു മനുഷ്യന് ഒരു ദിവസം കഴിയുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ശരീരത്തിലുള്ള പ്രക്രിയകൾ എല്ലാം നടക്കുന്നതിന് എത്ര ലിറ്റർ വാട്ടർ ആവശ്യമാണ് ഒരാൾക്ക് ഒരു ദിവസം? അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 2 ലിറ്റർ പെർ ഹെഡ് പെർ ഡേ. എത്രയാണ്? ഒരു ദിവസം. ഹെഡ് എന്ന് വെച്ചാൽ ഒരാൾക്ക് 2 ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യമാണ് അവന്റെ എന്താണ് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം. ഓക്കെ, ഇനി അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും അതെന്താടാ പറഞ്ഞിട്ടുള്ളത്? അതായത് അർബൻ ഏരിയ എന്ന് വെച്ചാൽ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, കുടിക്കുന്നതിനും കുളിക്കുന്നതിനും പാത്രം കഴുകുന്നതിനും എല്ലാത്തിനും കൂടെ ഒരു ദിവസം അവരെന്തുമാത്രം വാട്ടർ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര പറയുന്നേ? 150 മുതൽ
200 ലിറ്റർ വെള്ളം അർബൻ ഏരിയയിൽ താമസിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസം. ഇനി റൂറൽ ഏരിയയിലാണെങ്കിലോ എത്ര? ഒരു ദിവസം അവർക്ക് എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ 40 ലിറ്റർ വെള്ളം മതിയാവും. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അർബൻ ഏരിയയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനായാലും PSC എക്സാമിനായാലും ഈ ലാസ്റ്റ് 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാമോ? ഓക്കെ, ഇനി നമ്മൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പബ്ലിക് എക്സാമിന്. ഓക്കെ, സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ എന്താ പറയുന്നത്? സ്രോതസ്സുകൾ, ജലലഭ്യതയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ, അതായത് നമുക്ക് ജലം എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതാ ഈ ഒരു സ്ലൈഡിൽ, നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ ഫസ്റ്റ് സോഴ്സ് ഏതാടാ? ഫസ്റ്റ് സോഴ്സ് ഏതാ? റെയിൻ. ഓക്കെ, റെയിൻ. സെക്കൻഡ് സർഫസ് വാട്ടർ, തേർഡ് ഗ്രൗണ്ട് വാട്ടർ. ഇത് 3 നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ. ഇനി ഇതില് ദ പ്രൈം സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയാ? എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്തേ. പ്രൈം സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഏതാ? ഏതാടാ? നമ്മുടെ റെയിൻ വാട്ടർ തന്നെ. നമുക്ക് എല്ലാ ജലവും ലഭിക്കുന്ന എന്തിൽ കൂടെയാ? റെയിനിൽ കൂടെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാനായിട്ടുള്ളത് റെയിനിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, റെയിൻ. അപ്പൊ റെയിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് PSC എക്സാമിന് ചോദിക്കാം. സിംഗിൾ ക്വസ്റ്റ്യൻ ആയാലും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചോദിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ പ്രൈം ആൻഡ് പ്യൂറസ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഓഫ് ഓൾ വാട്ടർ എന്ന് ചോദിക്കാം. ഏതായിരിക്കും? റെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പോയിന്റ്സ് നോക്കാം. അപ്പോ റെയിൻ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താടാ? ഇറ്റ് ഈസ് ദ പ്രൈം സോഴ്സ് ഓഫ് ഓൾ വാട്ടർ. എന്താണ്? എല്ലാ ജലങ്ങളുടെയും പ്രൈം ആയിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സ്, സ്രോതസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഏതാണ്? മഴ. നമ്മുടെ മഴവെള്ളമാണ്. ഇനി അല്ല, രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് വാട്ടർ. നമ്മുടെ ഏത് ജലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മഴവെള്ളത്തിനാണ് പ്യൂരിറ്റി ഏറ്റവും കൂടുതലുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് ഈസ് ഫിസിക്കലി ക്ലിയർ, ബ്രൈറ്റ് ആൻഡ് സ്പാർക്ലിംഗ്. എന്താടാ പറയുന്നത്? ഫിസിക്കലി, ഭൗതികമായി നോക്കിക്കഴിഞ്ഞാല് അത് ഭയങ്കര ക്ലിയർ ആണ്, ബ്രൈറ്റ് ആൻഡ് സ്പാർക്ലിംഗ്, നല്ല തിളക്കമുള്ളതാണ് അല്ലേ? മഴവെള്ളം കണ്ടിട്ടില്ലേ? നല്ല ക്ലിയർ അല്ലേ? നല്ല തിളക്കമില്ലേ? ഓക്കെ, ഇനി കെമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ? അത് ഭയങ്കര സോഫ്റ്റ്. സോഫ്റ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇനി പഠിക്കും ഹാർഡ് വാട്ടർ എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണെന്നൊക്കെ പഠിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഈ ജലത്തില് കാൽഷ്യം, മഗ്നീഷ്യം ഇതിന്റെയൊക്കെ പല തരത്തിലുള്ള കമ്പോണൻസ് അടങ്ങി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ കാഠിന്യം കൂടും. അപ്പോൾ അങ്ങനെ കാഠിന്യമുള്ള ജലത്തിനെ നമ്മൾ ഘനജലം അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഹാർഡ് വാട്ടർ എന്ന് പറയും. എന്നാൽ കാഠിന്യം ഏറ്റവും കുറഞ്ഞ ജലമാണ് ഏത്? സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കും അത് ഡീറ്റെയിൽഡ് ആയിട്ട്, നമ്മളിനി വരുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ മഴവെള്ളം നോക്കിക്കഴിഞ്ഞാൽ കെമിക്കലി, അതായത് രാസപരമായി നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര എന്താണ്? സോഫ്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇനി പഠിക്കുന്ന ഒരു കാര്യം, അതായത് സോഫ്റ്റ് വാട്ടർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്നാൽ ഹാർഡ് വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഓക്കെ, അല്ല നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ബാക്ടീരിയോളജിക്കലി ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഹാംഫുൾ പാത്തോജൻസ്. എന്താടാ പറയുന്നത്? ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജൻസ്, രോഗകാരികളിൽ നിന്നും എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും.
എന്താണ്? മഴവെള്ളം. ഓക്കെ, അപ്പൊ മഴവെള്ളത്തെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ചോദിച്ചുകൂടായികയില്ല. 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, പോവാം. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വേണമെങ്കിൽ ഒരു 2 മാർക്കിനൊക്കെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ സൈക്കിൾ, എന്താണ്? ജലചക്രം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് മഴ പെയ്യും. മഴ പെയ്ത് കുറച്ച് ജലം എന്ത് ചെയ്യും? മണ്ണിലോട്ട് ഊർന്നു പോകും. കുറച്ച് ജലം എന്ത് ചെയ്യും? വേരുകൾ വഴി സസ്യങ്ങൾ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഈ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന ജലം പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് വഴിയിട്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യും? വെള്ളം പുറത്തോട്ട് വരത്തില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് വീണ്ടും വെള്ളം എന്ത് ചെയ്യും? പുറത്തു വരും. അങ്ങനെ ബാഷ്പീകരിച്ച് അത് വീണ്ടും എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലോട്ട് പോകും. പിന്നെ പിന്നെ നമ്മുടെ ഭൂമിയിലെത്തുന്ന കുറച്ച് ജലം ഇവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. ഇങ്ങനെ മഴയുടെ ഫോമില് നമ്മുടെ ഭൂമിയിലെത്തുന്ന വെള്ളം എല്ലാം ഇങ്ങനെ ഒരു സൈക്കിള് പോലെ പൊക്കോണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെന്ന് പറയുന്നത്? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. നോക്കടാ, എ പാർട്ട് ഓഫ് റെയിൻ വാട്ടർ സിങ്ക്സ് ഇൻ ടു ദ ഗ്രൗണ്ട് ടു ഫോം ഗ്രൗണ്ട് വാട്ടർ. എന്താണ്? മഴവെള്ളത്തില് കുറച്ച് ഭാഗം ഗ്രൗണ്ടിലോട്ട് സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ഊർന്നിറങ്ങിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് മാറും. എ പാർട്ട് ഓഫ് ഇറ്റ് ഇവോപ്പറേറ്റ്സ് ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. പിന്നെ ആ മഴവെള്ളത്തിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? ഇവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോവും. ഇനി ആ വാട്ടറിൽ തന്നെ ചിലത് എന്ത് ചെയ്യും? നമ്മുടെ മണ്ണിൽ ഒലിച്ച് ഇറങ്ങിയിട്ട് പ്ലാന്റ്സ്, സസ്യങ്ങൾ വലിച്ചെടുത്ത് ഇവോപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഇലകളിൽ കൂടി അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാ വാട്ടർ സൈക്കിൾ. അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നാലും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ റെയിൻ വാട്ടർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ റെയിൻ വാട്ടർ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രൈം സോഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ദെൻ വിച്ച് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ. ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. വേണമെങ്കിൽ വാട്ടർ സൈക്കിൾ 2 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സർഫസ് വാട്ടർ, നമ്മൾ സെക്കൻഡ്സ് നോക്കാൻ പോകുന്ന സർഫസ് വാട്ടറിനെ പറ്റിയിട്ട്. ഓക്കെ, എടാ എന്താടാ സർഫസ് വാട്ടർ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. വെൻ റെയിൻ വാട്ടർ റീച്ചസ് ദ സർഫസ് ഇറ്റ് ഈസ് കോൾഡ് സർഫസ് വാട്ടർ. എന്താണ്? മഴവെള്ളം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോൾ അതിനെ എന്തെന്ന് പറയും? സർഫസ് വാട്ടർ, ഉപരിതല വെള്ളം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ സിറ്റീസ് ആൻഡ് ടൗൺസ് ഡിപ്പെൻഡ് അപ്പോൺ സർഫസ് വാട്ടർ. എന്താടാ പറയുന്നേ? നമ്മുടെ ഇന്ത്യയിലെ ഭൂരിഭാഗം സിറ്റീസും ടൗൺസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്താ കഴിയുന്നേ? ഈ ഒരു സർഫസ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. ഓക്കെ ഓക്കെ, 2 പോയിന്റ് സിമ്പിളാ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സർഫസ് വാട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ആണ്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ ഓക്കെ, അപ്പോൾ സർഫസ് വാട്ടറിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ് ഓർ ആർട്ടിഫിഷ്യൽ ലേക്ക്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാ ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ് ഓർ ആർട്ടിഫിഷ്യൽ ലേക്ക്. രണ്ടാമത്തെ എന്താ? റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. മൂന്നാമത്തത് ടാങ്ക്, പോണ്ട് ആൻഡ് ലേക്ക്. ഓക്കെ,
ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നമ്മൾ സർഫസ് വാട്ടറിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്താണ് ഏതെന്ന് പറയുന്നത് ഇംപൗണ്ടിങ് റിസർവോയേഴ്സ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരെന്താ, ആർട്ടിഫിഷ്യൽ ലേക്ക്. ഓക്കെ, എടാ ഇംപൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് ഇതെന്ന്. എടാ ഇംപൗണ്ടിങ് എന്ന് വെച്ചാൽ എന്തുവാ, കെട്ടി നിൽക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം. റിസർവോയേഴ്സ് എന്ന് വെച്ചാൽ എന്താ, സംഭരണി. ഓക്കെ, അപ്പോ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സംഭരണി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപൗണ്ടിങ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്തെന്നും പറയും, ആർട്ടിഫിഷ്യൽ ലേക്സ് എന്നും പറയും. ഓക്കെ, ലേക്കുകൾ എന്ന് വെച്ചാൽ എന്താ, തടാകങ്ങൾ. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ലേക്സ് എന്നും പറയും. നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോ, ഇതാണ് ഇംപൗണ്ടിങ് റിസർവോയർ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. നമ്മുടെ ഡാമുകളൊക്കെ ഇല്ലേ, അതെന്താ, ഒരു ഇംപൗണ്ടിങ് റിസർവോയർ ആണ്. അതായത് മഴവെള്ളം നമ്മൾ ഒരു ഉയർന്ന പ്രദേശത്ത് സംഭരിച്ചു വെച്ചിരിക്കുന്നു. ഇത്രയുള്ളടാ ഇംപൗണ്ടിങ് റിസർവോയർ എന്ന് പറയുന്നത്. എന്താണ്, അപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ഉയർന്ന പ്രദേശത്ത് മഴവെള്ളം സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടി നമ്മൾ കെട്ടി നിർത്തിയിട്ടുള്ള ഒരു സംഭരണി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപൗണ്ടിങ് റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, അവര് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള നോക്കിക്കേ, ദീസ് ആർ ലേക്സ് യൂഷ്വലി കൺസ്ട്രക്റ്റഡ് ഇൻ അപ്ലാൻഡ് ഏരിയാസ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടർ. എന്താണ്, മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട്, മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലാൻഡ് ആയിട്ടുള്ള ഏരിയാസിൽ, ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ കെട്ടി നിർത്തിയിട്ടുള്ള ഒരു സംഭരണി, ഒരു ലേക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഒരു തടാകം പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപൗണ്ടിങ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഡാമിനെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇംപൗണ്ടിങ് റിസർവോയർ. ഇപ്പൊ അപ്ലാൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കുന്ന് അല്ലെങ്കിൽ ഒരു മല, ആ സൈഡിൽ മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി കെട്ടി നിർത്തിയിട്ടുള്ള ലേക്ക് പോലത്തെ ഒരു സംഭരണി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപൗണ്ടിങ് റിസർവോയേഴ്സ്, അല്ലെങ്കിൽ എന്തെന്ന് പറയും, ആർട്ടിഫിഷ്യൽ ലേക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിലെ നെക്സ്റ്റ് പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് 1 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കാം, PSC എക്സാമിന് ചോദിക്കാവുന്ന ഒന്നാണ്. കാച്ച്മെന്റ് ഏരിയ. എന്താടാ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്? The area draining into the reservoir is called catchment area. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കേ, എന്താ കാച്ച്മെന്റ് ഏരിയ എന്ന്. ആ ഒരു വലിയ കുന്ന് മല പോലത്തെ സംഭവമില്ലേ, അതിലോട്ട് ഈ ഇംപൗണ്ടിങ് റിസർവോയറിലോട്ട് മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ആ ഒരു സ്ഥലം, ഒലിച്ചു വരുന്ന ആ ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, കാച്ച്മെന്റ് ഏരിയ കിട്ടിയില്ലേ? ഈ സംഭരണിയിലോട്ട് മഴവെള്ളം ഒലിച്ചു വരുന്ന ഒരു പ്രദേശം, എവിടെ നിന്നാണോ ഒലിച്ചു വരുന്ന ഒരു വഴി വന്ന് വീഴുന്ന, ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ദ ഏരിയ ഡ്രെയിനിങ് ഇൻ ടു ദ റിസർവോയർ ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് PSCക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് 1 വേർഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോ ഇംപൗണ്ടിങ് റിസർവോയേഴ്സിന്റെ എക്സാമ്പിൾ ഏതാടാ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതാ, ഡാം. ഓക്കെ, ഇനി അടുത്ത ഒരു സെന്റൻസ് എന്ന് പറയുന്നതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് സിറ്റീസ് സച്ച് ആസ് മുംബൈ, ചെന്നൈ ആൻഡ് നാഗ്പൂർ ഡിറൈവ് their water supply from impounding reservoirs. എന്താടാ പറയുന്നത്, നമ്മൾ പറഞ്ഞു പല സിറ്റീസും ടൗൺസും എല്ലാം സർഫസ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ മുംബൈ, ചെന്നൈ, നാഗ്പൂർ എല്ലാം എന്താ, വലിയ നഗരങ്ങളല്ലേ. ഇവര് മെയിൻ ആയിട്ടും വാട്ടർ സപ്ലൈക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെന്നാണ് പറയുന്നത്, ഇംപൗണ്ടിങ് റിസർവോയേഴ്സിനെ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കാച്ച്മെന്റ് ഏരിയ, അതുപോലെ തന്നെ ഇംപൗണ്ടിങ് റിസർവോയർ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ലല്ലോ. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജിലോട്ടും പോവാം. ഓക്കെ, അപ്പോ ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തെല്ലാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുള്ളൂ. എന്താടാ? ഇതിലെ വാട്ടർ എന്ന് പറയുന്നത് ക്ലിയർ ആണ്, പാലറ്റബിൾ ആണ് ആൻഡ് റാങ്ക്സ് നെക്സ്റ്റ് ടു റെയിൻ വാട്ടർ ഇൻ പ്യൂരിറ്റി. എന്താണ്? ഈ ഇമ്പൗണ്ടിങ് റിസർവോയറിലുള്ള ജലം എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ആണ്, പാലറ്റബിൾ ആണ്, നമുക്ക് കുടിക്കാൻ കൊള്ളാവുന്നതാണ്. ആൻഡ് റാങ്ക്സ് നെക്സ്റ്റ് ടു റെയിൻ വാട്ടർ ഇൻ പ്യൂരിറ്റി. എന്താണ്? റെയിൻ വാട്ടർ കഴിഞ്ഞ പ്യൂരിറ്റിയിൽ അടുത്ത റാങ്ക് ഉള്ളത് ആർക്കാണ്? ഇമ്പൗണ്ടിങ് റിസർവോയറിലെ ഈ ഒരു വാട്ടറിനാണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇതാണ് ഇമ്പൗണ്ടിങ് റിസർവോയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാ നോക്കിക്കേ. Upland surface water derives impurities from the catchment area. അതായത് ഇത് ഈ ഉയർന്ന പ്രദേശത്ത് നിന്നാണ് എങ്ങോട്ടേക്ക്? ഈ ഒരു സംഭരണിയിലോട്ട് ഒലിച്ചു വരുന്ന ആ കാച്ച്മെന്റ് ഏരിയ വഴി എവിടെ എത്തുന്നത്? ഈ ഒരു ഇമ്പൗണ്ടിങ് റിസർവോയറിൽ എത്തുന്നത്. ഓക്കെ, ആ വരുന്ന വഴിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൊണ്ടായിരിക്കും ഈ വെള്ളം എവിടെ എത്തുന്നത്? നമ്മുടെ ഈ ഒരു ഇമ്പൗണ്ടിങ് റിസർവോയറിൽ എത്തുന്നത്. അപ്പൊ അതിൽ ധാരാളം എന്ത് കാണും? ഇമ്പ്യൂരിറ്റീസ്, അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ കാണും. അത് ഇതിന്റെ എന്താണെന്നാണ് പറയുന്നത്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താടാ? സ്റ്റോറിംഗ് വാട്ടർ ഫോർ ലോങ് പീരീഡ് results in the growth of algae and other organisms which impart bad taste and odor to water. എന്താണ്? നമ്മള് ഈ ഒരു ഇമ്പൗണ്ടിങ് റിസർവോയർ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞത് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് നാള് നമുക്ക് ഇതിങ്ങനെ കെട്ടി നിർത്താൻ പറ്റുമോ? അതില് നമുക്കറിയാം, ഒരുപാട് നാള് വെള്ളം ഒരു സ്ഥലത്ത് കെട്ടി നിന്നാ അതില് ആൽഗയും മറ്റ് അതുപോലുള്ള ഓർഗാനിസം ഒക്കെ വളർന്നിട്ട് അതിന് ഒരു വല്ലാത്ത ടേസ്റ്റും ഓർഡറും വല്ലാത്തൊരു സ്മെല്ലൊക്കെ വരും. ഓക്കെ, അതും ഇതിന്റെ എന്തെന്നാണ് പറയുന്നത്? ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലേക്സ്. അപ്പോ നിങ്ങൾക്ക് സർഫസ് വാട്ടർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഒരു 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഇമ്പൗണ്ടിങ് റിസർവോയർ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജും കൂടെ എഴുതാനായിട്ട് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ പബ്ലിക് എക്സാമിന് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ 2 മാർക്ക് അല്ലേ, 4 പോയിന്റ് മതി എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് എന്തെല്ലാം പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതിയാലേ അവര് മാർക്ക് തരത്തുള്ളൂ. അല്ലാതെ വെറും 4 പോയിന്റ്സ് എഴുതിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോണില്ല. ഓക്കെ, അപ്പൊ 2 മാർക്കിന് ഇമ്പൗണ്ടിങ് റിസർവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉൾപ്പെടെ അത് എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ സർഫസ് വാട്ടറിൽ രണ്ടാമത്തേതാണ് ഇത് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള റിവേഴ്സും സ്ട്രീംസും, പുഴകളും അരുവികളെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോ ഒരു റിവറിന്റെ പിക്ചർ ഞാൻ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ആണ് ഇത് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഇമ്പൗണ്ടിങ് റിസർവോയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ സിറ്റീസ് പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? മുംബൈ, ചെന്നൈ, നാഗ്പൂർ. ഓക്കെ, അതുപോലെ റിവേഴ്സ് ആൻഡ് സ്ട്രീംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ സിറ്റീസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ സിറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് സിറ്റീസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ റിവർ വാട്ടർ അല്ലെങ്കിൽ ഇമ്പൗണ്ടിങ് റിസർവോയർ എന്നൊക്കെ തന്നിട്ട് ഈ 3 ഓപ്ഷനും തന്നിട്ട് അതിൽ നിന്ന് എക്സെപ്റ്റ് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിരുത്തി പഠിച്ച് പോണം. ഓക്കെ, ഓക്കെ, അപ്പോ ഏതൊക്കെ സിറ്റീസ് ആടാ റിവേഴ്സ് ആൻഡ് സ്ട്രീംസിനെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നേ? ഡൽഹി, കൊൽക്കത്ത, അലഹബാദ്. ഏതൊക്കെയാ? ഡൽഹി, കൊൽക്കത്ത, അലഹബാദ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കാട്, KAD, കാട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഷോർട്ട് ഫോമിൽ നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ,
KAD. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ 3 സിറ്റീസ് ആണ് റിവേഴ്സ് ആൻഡ് സ്ട്രീംസിനെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കേടാ, റിവർ വാട്ടറിൽ എന്ത് നടക്കും എന്നാ പറയുന്നത്? സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് റിവർ വാട്ടർ occurs by natural methods such as dilution, sedimentation, aeration, oxidation, sunlight, etc. എന്താണ് ഈ റിവർ വാട്ടർ? നമുക്കറിയാം റിവർ വാട്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനെന്ത് നടക്കുന്നുണ്ട്? സെൽഫ് പ്യൂരിഫിക്കേഷൻ. അതിൽ ധാരാളം മാലിന്യം നമ്മൾ ഇനി പഠിക്കും. അതിന്റെ മെയിൻ ഡ്രോബാക്ക്, ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണ് റിവർ വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ എന്ത് നടക്കുന്നുണ്ട്? സെൽഫ് പ്യൂരിഫിക്കേഷൻ. അത് സ്വയം ശുദ്ധീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നാച്ചുറൽ മെത്തേഡ്സിലൂടെ. ഏതൊക്കെയാണ്? ഒന്ന് ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് ജലമുണ്ട്. ആ ജലത്തിലോട്ട് നമ്മൾ ഈ മാലിന്യം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും റിവർ വാട്ടറിന്റെ അത്ര മാലിന്യമൊന്നും നമ്മൾ കൊണ്ടിടത്തില്ലല്ലോ. ഓക്കെ. അപ്പൊ ആ മാലിന്യം എന്ന് പറയുന്നത് കുറച്ചായിരിക്കും. ആ കുറച്ച് മാലിന്യത്തെ ഈ വലിയ റിവറിലുള്ള ആ ഒരു വെള്ളം എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്യുമെന്ന് വെച്ചാൽ എന്താ? നേർപ്പിച്ചെടുക്കും. ഓക്കെ. അപ്പോൾ ഡൈല്യൂഷൻ ആണ് ഫസ്റ്റ് സെൽഫ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഇൻ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. രണ്ടാമത്തെ എന്താടാ? സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു നമ്മൾ റിവറിലൊക്കെ ഇടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിൽ എന്താ വെയിറ്റ് ഉള്ളതും കാണും ഇല്ലാത്തതും കാണും. ഓക്കെ. അപ്പോൾ വെയിറ്റ് ഉള്ളതായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ അതെന്ത് ചെയ്യും? സെഡിമെന്റ് ചെയ്ത് താഴോട്ട് പോയി അങ്ങ് അടിയും. പിന്നെ ഈ ഒഴുകുന്ന വാട്ടറിൽ അത് കാണത്തില്ല. അങ്ങനെ ഇത് പ്യൂരിഫൈ ചെയ്യും. പിന്നെ എന്താടാ? എയറേഷൻ. എയറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ പലതരത്തിലുള്ള എയറോബിക് ബാക്ടീരിയാസ് ഒക്കെ കാണും. അത് ഈ ഓർഗാനിക് മാറ്ററിനെയൊക്കെ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്ത് എന്ത് ചെയ്യും? അതിനെ സിമ്പിൾ കോമ്പൗണ്ട് ഒക്കെ ആക്കിയിട്ട് അങ്ങനെ പ്യൂരിഫൈ ചെയ്യും. പിന്നെ ഓക്സിഡേഷൻ സെയിം മെത്തേഡ് ആണ്. പിന്നെ സൺലൈറ്റ്. സൺലൈറ്റിൽ എന്തുണ്ട്? UV റേസ് ഉണ്ട്. ഈ UV റേസ് എന്ത് ചെയ്യും? നമ്മുടെ റിവർ വാട്ടറിൽ വന്ന് പതിക്കൂലേ? അപ്പോൾ UV റേസ് നമുക്കറിയാം എന്താ? ഒരു സ്റ്റെറിലൈസിങ് ഏജന്റ് ആണ് UV റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ UV റേസും അതില് ഇതൊക്കെ ചെറിയ തോതിലേ ഉള്ളൂ കേട്ടോ, ഈ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ. അപ്പോൾ UV റേസും അതിലുള്ള പാത്തജനിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ആ സിറ്റീസ് അതൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി റിവേഴ്സ് ആൻഡ് സ്ട്രീംസിന്റെ ഡ്രോബാക്ക് ആണ് പറയുന്നത്. ഓക്കെ. എന്തൊക്കെയാടാ? ഓൾവേസ് പൊല്യൂട്ടഡ് ആൻഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ. എന്താണ്? ഈ റിവർ വാട്ടർ എന്ന് പറയുന്നതാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും മാലിന്യം. നമുക്ക് തന്നെ അറിയാം എന്താ, ഈ പട്ടണ പ്രദേശങ്ങളിലാണ് കൂടുതലും റിവേഴ്സ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പൊ അവിടെ ധാരാളം എന്തുണ്ട്? ഇൻഡസ്ട്രീസ് ഉണ്ട്, ഫാക്ടറീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഉള്ള എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഡയറക്റ്റ് എങ്ങോട്ടേക്കായിരിക്കും? ഈ റിവേഴ്സിലോട്ട് സ്ട്രീംസിലോട്ടൊക്കെ ആയിരിക്കും അവർ കൊണ്ട് തള്ളുന്നത്. ഓക്കെ. അപ്പൊ എപ്പോഴും പൊല്യൂട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ. ശുദ്ധീകരിക്കാതെ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കുടിക്കാൻ പാടില്ല. ഓക്കെ. ഓക്കെ. സെക്കൻഡ് ഡ്രോബാക്ക് എന്താടാ പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് dissolved and suspended impurities of all kinds including human intestinal organisms. എന്താണ്? ഇതില് ഡിസോൾവ്ഡ് ആയിട്ടുള്ളതും സസ്പെൻഡഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള പലതരത്തിലുള്ള എന്ത് കാണും? ഇമ്പ്യൂരിറ്റീസ് കാണും. അതിൽ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? ഹ്യൂമൻ ഇൻഡസ്റ്റൈനൽ ഓർഗാനിസംസ്. അതായത് മനുഷ്യ വിസർജ്യങ്ങളിലൊക്കെ കാണപ്പെടുന്ന എന്താണ്? ഓർഗാനിസംസ്. പലതരത്തിലുള്ള വിരകള്, ബാക്ടീരിയാസ്, വൈറസസ്, അതിന്റെ സ്പോറുകള്, ഇതെല്ലാം ഏതി കാണപ്പെടും? ഈ റിവർ വാട്ടറിൽ കാണപ്പെടും. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഈ റിവർ വാട്ടർ പൊല്യൂഷനുള്ള കാരണങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാം. Sources of pollution of river water are surface washing, sewage, industrial and trade waste, agricultural waste, human habits such as bathing, washing, defecation, disposal of the dead, etc. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് ഇവിടെ നിന്ന് ചോദിക്കാം പബ്ലിക് എക്സാമിന്.
ഓക്കെ, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സിറ്റീസ് 3 സിറ്റീസ് കാർഡ് ഞാൻ പറഞ്ഞ ഷോർട്ട് ഫോം ഒന്ന് ഓർത്തിരിക്കുക. അത് മാത്രമാണ് ഇവിടെ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 2 മാർക്കിന് വേണമെങ്കിൽ ഈ ഡ്രോബാക്ക് ഉൾപ്പെടെ എഴുതാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ സർഫസ് വാട്ടറിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാങ്ക്സ്, പോൺസ് ആൻഡ് ലേക്സ്. ഇതെല്ലാം എന്ത് തന്നെ ആക്ച്വലി ഒരേ സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, പേര് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. എന്താടാ അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ദീസ് ആർ ലാർജ് എക്സ്കവേഷൻസ് ഇൻ വിച്ച് സർഫസ് വാട്ടർ ഈസ് സ്റ്റോർഡ്. എന്താണ് പറയുന്നത്? ഇതെല്ലാം എന്താണ്? വലിയ കുഴിച്ചെടുത്ത സ്ഥലങ്ങളാണ്. എക്സ്കവേഷൻസ് എന്ന് വെച്ചാൽ എന്താടാ? കുഴിച്ചെടുത്ത, ആ ഒരു മീനിങ് അവിടെ വരുന്നത്. ഇതെല്ലാം കുഴിച്ചെടുത്ത സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? സർഫസ് വാട്ടറിനെ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുകയേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കുളങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എന്താണ് വലിയ വട്ടത്തിലായിരിക്കും അല്ലേ? ഒരു വലിയ സ്ഥലമായിരിക്കും, ഒരു കുഴിച്ചെടുത്ത സ്ഥലമായിരിക്കും. അവിടെ നമ്മൾ ഈ മഴവെള്ളമൊക്കെ പെയ്യുമ്പോൾ അത് ഒരുപാട് നാൾ അവിടെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് നിർത്തിയിരിക്കും. അതായത് നമ്മുടെ സർഫസ് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു വലിയ കുഴിച്ചെടുത്ത സ്ഥലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാങ്ക്, പോൺസ് ആൻഡ് ലേക്സ് എല്ലാം ഒരുപോലെ തന്നെ. നമ്മൾ നേരത്തെ ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സിനെ ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്താണ്? ഉയർന്ന പ്രദേശത്ത് ജലം, മഴവെള്ളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സംഭരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വലിയ സ്ഥലം. ആ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ. ഓക്കെ ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഇൻ ഇന്ത്യൻ വില്ലേജസ്. എന്താണ്? ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്? ഈ ടാങ്ക്സ്, പോൺസ് ആൻഡ് ലേക്സ്. നമുക്കറിയാം ഗ്രാമങ്ങളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള കുളങ്ങളും ടാങ്കുകളും ഒക്കെ കാണുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? ടാങ്ക് വാട്ടർ ഈസ് നെവർ സേഫ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസസ്. അതായത് ഈ ടാങ്കിലുള്ള ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കുടിക്കാനോ വീട്ടാവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി ഡ്യൂറിങ് റെയിനി സീസൺ ദ സറൗണ്ടിങ് ഏരിയ ഈസ് വാഷ്ഡ് ഡയറക്ട്ലി ഇൻ ടു ദ ടാങ്ക്സ്. എന്താണ്? മഴ സമയത്ത് ഇതിന് ചുറ്റുമുള്ള ഒരു സ്ഥലങ്ങളില്ലേ, ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ഏരിയയിൽ നിന്നുള്ള അഴുക്കുകൾ അത്ര എന്ത് ചെയ്യും? ഈ ഒരു ടാങ്കിലോട്ട് എന്ത് ചെയ്യും? വരും. വാഷ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങ് വന്ന് അതെന്തായിട്ട് മാറും? പൊല്യൂട്ടഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് കുടിക്കാനോ വീട്ടാവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസസ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു പ്യൂരിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇനി ഇത് കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിത് പ്യൂരിഫൈ ചെയ്താലേ ഒക്കെ. ഓക്കെ, എത്ര ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? സർഫസ് വാട്ടർ. നമ്മള് വാട്ടറിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? റെയിൻ വാട്ടർ, സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ. അല്ല, റെയിൻ വാട്ടർ പറഞ്ഞു, സർഫസ് വാട്ടർ ആണ് ഇപ്പൊ പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. സർഫസ് വാട്ടറിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്: ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ് ഓർ ആർട്ടിഫിഷ്യൽ ലേക്സ്, റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്, ടാങ്ക്, പോൺസ് ആൻഡ് ലേക്സ്. ഓക്കെ, ഈ സർഫസ് വാട്ടർ മാത്രം നിങ്ങൾക്കൊരു 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പൗണ്ടിങ് റിസർവോയർ മാത്രം 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് 2 മാർക്കിന് ചോദിക്കാം. ഈ സിറ്റീസിന്റെ ഒക്കെ പേര് പഠിച്ചു വെക്കണം. പിന്നെ ടാങ്ക്സ്, പോൺസ് ആൻഡ് ലേക്സ് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇവിടെ നിന്ന് 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, PSCക്കും ചോദിക്കാം. എന്താണ്? ലാർജ് എക്സ്കവേഷൻസ് ഇൻ വിച്ച് സർഫസ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ് ആസ് ഡാഷ് എന്ന് വേണമെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്തെന്ന് എഴുതണം? ഓപ്ഷനിൽ ടാങ്ക്സ്, പോൺസ് ആൻഡ് ലേക്സ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് എഴുതണം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മള് സർഫസ് വാട്ടർ കംപ്ലീറ്റ് ആയി. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മുടെ സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈയിൽ ലാസ്റ്റ് ആണ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മള് ഭൂഗർഭജലം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ റെയിൻ വാട്ടർ സിങ്സ് ഇൻ ടു ദ ഗ്രൗണ്ട് ഇറ്റ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ. എന്താടാ പറയുന്നത്? നമ്മുടെ മഴവെള്ളം ഭൂമിയുടെ അടിയിലോട്ട് ഗ്രൗണ്ടിലോട്ട് സിങ്ക് ചെയ്ത് ഊർന്നിറങ്ങി പോയി അതെന്തായിട്ട് മാറും? ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് മാറും. ഇനി അത് സർഫസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താണ്? സർഫസ് വാട്ടർ ആയിട്ടും മാറും. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഒരു വൺ വേർഡ് വേണമെങ്കിൽ ചോദിക്കാം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വാട്ടർ ഗെറ്റ്സ് പ്യൂരിഫൈഡ് ബൈ പെർക്കലേഷൻ. അതായത് ഈ മഴവെള്ളം ഈ ഗ്രൗണ്ടിലോട്ട് സിങ്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. എപ്പോഴും ക്വാളിറ്റിയിൽ നമ്മൾ ഡെയിലി യൂസേജിൽ ക്വാളിറ്റിയിൽ നമ്പർ 1 ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടർ ഭൂമിയുടെ അടിയിലോട്ട് ഇങ്ങനെ സിങ്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്ത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള എന്താ ആ പ്രോസസ്സിന് പറയുന്ന പേര്? പെർക്കൊലേഷൻ. പെർക്കൊലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയിട്ടാണ് എന്താ മഴവെള്ളം ഭൂമിയുടെ അടിയിലോട്ട് ഊർന്നിറങ്ങുന്ന സമയത്ത് പ്യൂരിഫൈ ചെയ്യുന്നത് പെർക്കൊലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഗ്രൗണ്ട് വാട്ടറിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അഡ്വാൻറ്റേജസ് ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടറിന്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഈസ് സുപ്പീരിയർ ടു സർഫസ് വാട്ടർ ഇൻ ക്വാളിറ്റി. സർഫസ് വാട്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയിൽ സുപ്പീരിയർ ആയിട്ടുള്ളത് ആരാണ്? ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, റെയിൻ വാട്ടർ ആണ് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സർഫസ് വാട്ടറിനെയും ഗ്രൗണ്ട് വാട്ടറിനെയും തമ്മിൽ കമ്പയർ ചെയ്താൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത് ഏതായിരിക്കും? എപ്പോഴും ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും. അത് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് നോക്കിയേ. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പാത്തോജനിക് ഏജൻസ്. ഓക്കെ, ഇതില് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഏജൻസ് ഒന്നും തന്നെ കാണത്തില്ല, അതിൽ നിന്ന് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താ അഡ്വാൻറ്റേജ്? ഇറ്റ് റിക്വയർസ് നോ ട്രീറ്റ്മെന്റ്. ഇതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റിനോ മറ്റൊന്നും തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് അത്രയും പ്യൂർ ആയിട്ടുള്ള വാട്ടർ ആണ്. ഓക്കെ, തേർഡ് പോയിന്റ് ഓക്കെ അല്ലേ? ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്? ഇറ്റ് സപ്ലൈസ് കോൺസ്റ്റന്റ് ഈവൻ ഇൻ സമ്മർ. എന്താണ്? ഈ ഗ്രൗണ്ട് വാട്ടറിൽ നിന്നുള്ള ആ ഒരു ലഭ്യത എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ്. ഈവൻ ഇൻ സമ്മർ. എന്താണ്? വേനൽക്കാലത്ത് പോലും നമുക്ക് ഇതിൽ നിന്ന് ജലം ലഭിക്കും. ഇല്ലേ? നമ്മുടെ വീട്ടിലേക്ക് കിണർ എന്താണ്? ഒരു ഗ്രൗണ്ട് വാട്ടർ ആണ്. വേനൽക്കാലം ആയാലും നമുക്ക് എല്ലാ കാലത്തും വെള്ളം കിട്ടുന്നില്ലേ? അത്രയ്ക്ക് വേനലൊക്കെ വന്നാലല്ലേ വറ്റി പോകത്തുള്ളൂ. എന്നാൽ നമുക്കൊരു കോൺസ്റ്റന്റ് സപ്ലൈ എപ്പോഴും തരുന്നത് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വാട്ടർ എന്താണ്? അത് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? 4 പോയിന്റ്. ഈ ഗ്രൗണ്ട് വാട്ടർ മാത്രമായിട്ടും നിങ്ങൾക്ക് 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജ് 2 ഡിസ്അഡ്വാൻറ്റേജ് ആണുള്ളത്. ഹാർഡർ ദാൻ സർഫസ് വാട്ടർ. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ജലത്തിന് എന്താണ്? കാഠിന്യം കൂടുതലാണ്. എടാ എന്തായിരിക്കും ഇവിടെ ഈ ഗ്രൗണ്ട് വാട്ടറിന് കാഠിന്യം കൂടാൻ കാരണം? എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൻ വാട്ടർ ഒക്കെ സോഫ്റ്റ് ആണ്. എന്നാ ഇപ്പൊ പറയുന്നു നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് സർഫസ് വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡാണ്. എന്തായിരിക്കും കാരണം? എടാ നമ്മള് ഈ കിണർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു എക്സാമ്പിൾ ആണ് വെൽസ്. കിണറൊക്കെ കുഴിച്ചാണ് എടുക്കുന്നത്. അപ്പോ അടിയിലോട്ട് പോകും തോറും നമുക്ക് പലതരത്തിലുള്ള മിനറൽസിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ കാൽഷ്യം, മഗ്നീഷ്യം, അതിന്റെയൊക്കെ സൾഫേറ്റ്, ഫോസ്ഫേറ്റ് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ
നമ്മുടെ ഭൂമിയുടെ അടിയിലോട്ട് പോകും തോറും ഇതിന്റെയൊക്കെ ആ ഒരു കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടിയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ഉള്ളത് കാരണമാണ് ഈ ഗ്രൗണ്ട് വാട്ടറിന് എന്തുണ്ടാവുന്നത്, ആ ഒരു ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വാട്ടറിന്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണ്, ആ ഒരു ഹാർഡ്നെസ് ആണ്, ഹാർഡർ ദാൻ സർഫസ് വാട്ടർ. ഇനി രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് റിക്വേഴ്സ് പമ്പിങ്. ഇതിന് എന്ത് വേണം, പമ്പിങ് വേണം. അതായത് എന്താ, നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ കിണറ്റിലെ വെള്ളം അത് നമുക്ക് കൈകൊണ്ട് കോരിയെടുക്കാൻ, നമുക്ക് തൊട്ടിയും കപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കോരിയെടുക്കാം. അല്ലാതെ നമുക്ക് ഒരു കപ്പ് വെച്ച് കോരിയെടുക്കാൻ പറ്റുമോ കിണറ്റിലെ വെള്ളം? ഇല്ല. അതിനെന്ത് വേണം, ഒന്നുകിൽ നമുക്ക് ഒരു തൊട്ടിയും കപ്പിയൊക്കെ കൊണ്ട് കോരിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മോട്ടോർ വെച്ച് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ റിവർ വാട്ടറിലേക്ക് പോലെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ്, ഇത് രണ്ടെണ്ണമാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഗ്രൗണ്ട് വാട്ടർ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ ഗ്രൗണ്ട് വാട്ടർ എന്താണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും എന്താണ് എന്ന് ഒരു 2 മാർക്കിന് ചോദിക്കാം. ഇനി ഗ്രൗണ്ട് വാട്ടർ, സോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു 5 മാർക്കിന് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോകാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പൊ നമ്മൾ സോഴ്സസ് ഓഫ് വാട്ടറിൽ ഫസ്റ്റ് റെയിൻ വാട്ടർ പറഞ്ഞു, പിന്നെ സർഫസ് വാട്ടർ പറഞ്ഞു, ഇപ്പൊ ഗ്രൗണ്ട് വാട്ടർ ആണ് പറയുന്നത്. ഈ ഗ്രൗണ്ട് വാട്ടറിലെ 2 ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തത് വെൽസും, രണ്ടാമത്തത് എന്താണ്, സ്പ്രിങ്സ്. ഓക്കെ ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വാട്ടറിന്റെ 2 സോഴ്സസ് ആണ് എന്ത്, വെൽസും സ്പ്രിങ്സും. വെൽസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കിണറുകൾ. ഓക്കെ, സ്പ്രിങ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ നീരുറവകൾ എന്നൊക്കെ പറയത്തില്ലേടാ, നീരുറവ, ഉറവ പൊട്ടി വെള്ളം വന്നു എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് വെൽസ് ആണ്. നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വെൽസ്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് കുറെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു സാനിറ്ററി വെല്ലിന്റെ കൺസ്ട്രക്ഷൻ, അതിന് വേണ്ടുന്ന ക്രൈറ്റീരിയാസ് അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ 5 മാർക്സിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വെൽസ് ആണ് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് വെൽസിനെ പറ്റി നോക്കാം. ഓക്കെ അല്ലേ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, വെൽസ്, it is the main source of water supply in most of Indian villages and towns. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എടുത്താലും നഗരങ്ങൾ എടുത്താലും എല്ലാവരും ഏറെക്കുറെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ഏതാണ്, കിണറ്റിലെ വെള്ളം, വെൽസിലെ വെള്ളം ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വില്ലേജസ് ആൻഡ് ടൗൺസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാട്ടർ സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, വെൽസ് എന്ന് പറയണം. ഇനി വെൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. വെൽസിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാടാ, ഷാലോ വെൽസ് എന്നും ഡീപ്പ് വെൽസ്. ഓക്കെ, നമുക്ക് ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം. ഷാലോ എന്ന് വെച്ചാൽ എന്താ, ഷാലോ ഷാലോ എന്ന് വെച്ച് കഴിഞ്ഞാല് അധികം ആഴത്തിലോട്ട് പോവാത്ത, അതായത് ആ ഉപരിതലത്തിലൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള എന്നാണ് ഷാലോ എന്നതിന്റെ അർത്ഥം. ഡീപ്പ് എന്ന് വെച്ചാൽ വളരെ ആഴത്തിലുള്ളത്. നമുക്ക് കിട്ടിയില്ലേ, ഷാലോ വെൽസ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, അധികം ആഴമില്ലാത്ത കിണറുകളും, ഡീപ്പ് വെൽസ് നല്ല ആഴത്തിലുള്ള കിണറുകളും. ഇതിനെ നമ്മൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പോവുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഷാലോ വെൽസ്, ഡീപ്പ് വെൽസ്, അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നോക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒരു കോളം കണക്ക് വരച്ചിട്ട് ഒരു സൈഡിൽ ഷാലോ വെൽസും അപ്പുറത്ത് ഡീപ്പ് വെൽ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. അല്ലാതെ നിങ്ങൾ എന്താ എസ് എന്നൊക്കെ എഴുതി വെക്കണ്ട. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാലും ഇങ്ങനെ എഴുതിയാൽ മതി, മാർക്ക് തരും. ഓക്കെ,
5 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് വെൽസ് ആൻഡ് ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽസ് എന്ന് 5 മാർക്കിന് ചോദിക്കാം ഞാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഷാലോ വെൽസ്. ഷാലോ വെൽസിന്റെ എന്താ ഡെഫിനിഷൻ പറയുന്നത്? ഇറ്റ് ടാപ്സ് വാട്ടർ ഫ്രം എബവ് ദ ഫസ്റ്റ് ഇംപെർവിയസ് ലെയർ. ഡീപ് വെൽസ് ആണെങ്കിലോ ഇറ്റ് ടാപ്സ് വാട്ടർ ഫ്രം ബിലോ ദ ഫസ്റ്റ് ഇംപെർവിയസ് ലെയർ. എടാ, ഇംപെർവിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇംപെർവിയസ്, ഒരു സർഫസ് ഇംപെർവിയസ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് അർത്ഥം? എന്താ? വെള്ളത്തിന് ഊർന്നിറങ്ങാനുള്ള കഴിവ്, അതിന് സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ, അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ ഇംപെർവിയസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഫസ്റ്റ് ഇംപെർവിയസ് ലെയറിന് മുകളിൽ നിന്ന് വെള്ളം കിട്ടുന്ന കിണറുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഷാലോ വെൽസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഫസ്റ്റ് ഇംപെർവിയസ് ലെയറിന്റെ താഴെ നിന്നും വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീപ്പ് വെൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇംപെർവിയസ് ലെയറിന്റെ എബവ് ആണെങ്കിൽ ഷാലോ വെൽസ്, ബിലോ ആണെങ്കിൽ ഡീപ്പ് വെൽസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷാലോ വെൽസ് ആൻഡ് ഡീപ്പ് വെൽസ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ് പറയുന്നത്? ഷാലോ വെൽസിൽ ഇറ്റ് ഈസ് മോഡറേറ്റ്ലി ഹാർഡ് ആൻഡ് ഡീപ്പ് വെൽസിലെ വെള്ളം എങ്ങനെയാ? മച്ച് ഹാർഡ്. നമുക്ക് തന്നെ ആലോചിച്ചറിയാം, ഷാലോ വെൽസ് എന്ന് പറയുമ്പോൾ അധികം ആഴത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ മിനറൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അതിന് ഹാർഡ്നെസ്, കാഠിന്യം കുറവായിരിക്കും. ഡീപ്പ് വെൽസ് ആകുമ്പോൾ മച്ച് ഹാർഡ്, എന്താണ്? അതിന് നല്ല കാഠിന്യമുള്ള വെള്ളമാണ് ഡീപ്പ് വെൽസിലെ വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കിക്കേ, ഷാലോ വെൽസ് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ്. ഡീപ്പ് വെൽസ് ആണെങ്കിലോ പ്യോർ വാട്ടർ. നമുക്ക് തന്നെ അറിയാം, വെള്ളമൊക്കെ അധികം ആഴത്തിലല്ല കിടക്കുന്നതെങ്കിൽ സൈഡിൽ നിന്നുള്ള പൊല്യൂഷൻ ഒക്കെ വന്നിട്ട് അത് എപ്പോഴും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഡീപ്പ് വെൽസിലാണെങ്കിൽ എന്താ? പ്യോർ വാട്ടർ ആണ്. അത് അധികം അങ്ങനെ എന്ത് ചെയ്യുന്നില്ല? കണ്ടാമിനേഷൻ ഒന്നും വിധേയം ആകുന്നില്ല. ഓക്കെ, ഇനി ഷാലോ വെൽസ് ഡ്രൈ ഇൻ സമ്മർ. നമുക്കറിയാം അധികം ആഴത്തിലുള്ളതല്ല. പെട്ടെന്ന് വെയിലും ചൂടൊക്കെ അടിക്കുമ്പോൾ അതെന്ത് ചെയ്ത് ഇവോപ്പറേറ്റ് ചെയ്ത് അത് ഡ്രൈ ആയി പോകും സമ്മർ സീസണിൽ. എന്നാൽ ഡീപ്പ് വെൽസ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് വെല്ല? മെയിൻ ആയിട്ട് മിക്കവാറും ഉള്ള എല്ലാ വീട്ടിലും ഡീപ്പ് വെൽസ് ആയിരിക്കും. നല്ല ആഴത്തിലുള്ള കിണറുകളായിരിക്കും. അവിടുത്തെ വാട്ടർ സപ്ലൈ എങ്ങനെയെന്നാണ് പറയുന്നത്? കോൺസ്റ്റന്റ് സപ്ലൈ, ഒരു സ്ഥിരതയുള്ള ലഭ്യതയുണ്ട്. ഏതിന്റെയാണ്? ഡീപ്പ് വെൽസിലെ വെള്ളത്തിന്. ഓക്കെ, ഇനി ഇതിന്റെ ഡെപ്ത് ആണ് പറയുന്നത്. ഷാലോ വെൽസിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3 മീറ്ററിന് താഴെ ആയിരിക്കും. ഇനി ഡീപ്പ് വെൽസ് ആണെങ്കിലോ ഒരു 100 മീറ്റർ എങ്കിലും കാണും. എന്താണ് ഡീപ്പ് വെൽസിന്റെ ഡെപ്ത്? കണ്ട എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക അതിന്റെ ഡെപ്ത് തമ്മിൽ. ഷാലോ വെൽസ് 3 മീറ്ററിന് താഴെയാണ്, ഡീപ്പ് വെൽസ് 100 മീറ്ററോളമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഇതില് വെൽസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഈ ഷാലോ വെൽസ് ആൻഡ് ഡീപ്പ് വെൽസ്, ഇത് നിങ്ങൾക്ക് എക്സാമിന് 2 മാർക്കിന് അല്ലെങ്കിൽ വെൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബാക്കി വരുന്നത് കുറച്ചുകൂടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് വെൽസിന്റെ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് പഠിപ്പിച്ചതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. എന്താടാ? വിച്ച് ഈസ് ദ പ്രൈം സോഴ്സ് ആൻഡ് പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ? എന്താണ്? വിച്ച് ഈസ് ദ പ്രൈം സോഴ്സ് ആൻഡ് പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ? എല്ലാവർക്കും അറിയാം. ഏതാ? ഓക്കെ, റെയിൻ വാട്ടർ. ഓക്കെ, എന്റെ ആൻസർ എന്താടാ? റെയിൻ വാട്ടർ ആണ്. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് പ്ലേസ് ഇൻ UK which depends rainwater as a source of water supply? ഇത് നിങ്ങൾക്ക് ഞാനിപ്പോ പഠിപ്പിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് GK പോർഷനിൽ നിന്ന് PSC ലെവലിൽ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് പ്ലേസ് ഇൻ UK which depends rainwater as a source of water supply? അതായത് മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന
യിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരെന്താ? അപ്പൊ ഓപ്ഷൻ എ ലണ്ടൻ, ബി എയ്ഡൻബർഗ്, സി ജിബ്രാൾട്ടർ. ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. അറിയോ? ഓക്കെ, അപ്പോ ഇല്ല. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ജിബ്രാൾട്ടർ ആണ്. നിങ്ങൾക്ക് GK ലെവലിലും PSCക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ പാർക്ക് ബേസ് മാത്രമല്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് GK ലെവലിലും എന്തൊക്കെ പഠിക്കാൻ പറ്റോ അതൊക്കെ പഠിച്ചിട്ട് പോണം. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ജിബ്രാൾട്ടർ ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Which among the following city derive their water supply from impounding reservoir? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ മുംബൈ, ബി ഡൽഹി, സി കൊൽക്കത്ത. ആൻസർ പറഞ്ഞ എല്ലാരും ഏതാ? മുംബൈ. മുംബൈ ആണ് ഏതാ? ഇമ്പൗണ്ടിങ് റിസർവോയറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ബാക്കി രണ്ടെണ്ണം ഏതിനെയാ? റിവർ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റീസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാർജ് എക്സ്കവേഷൻസ് ഇൻ വിച്ച് സർഫസ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ്. എന്താണ്? വലിയ എക്സ്കവേഷൻസ് ഇൻ വിച്ച് സർഫസ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ പോണ്ട്, ബി ടാങ്ക്, സി ബോട്ട്. ഏതാ? എന്റെ ആൻസർ വരുന്നത് സി ബോത്ത് എന്നുള്ളതാ. അതാ പോൺസും ടാങ്ക്സും ലേക്സും എല്ലാം എന്താണ്? ഒന്നാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഇപ്പൊ സി എന്താണ് ലേക്സ് എന്നും കൂടെ തന്ന് ഡി ഓൾ എന്നും കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എഴുതണം? ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ PSCക്ക് ഒക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് തിങ്ക് ചെയ്തിട്ടൊക്കെ എന്താ ഓപ്ഷൻ. Area draining into the impounding reservoir is called. എന്താണ്? The area draining into the impounding reservoir is called what? എന്താ? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ കാച്ച്മെന്റ് ഏരിയ, ബി കോൺ ഓഫ് ഫിൽട്രേഷൻ, സി ഏരിയ ഓഫ് ഡ്രെയിൻ. ഏതാ? നമ്മൾ പഠിച്ചു, ഇമ്പൗണ്ടിങ് റിസർവോയറിൽ പഠിച്ചു. ഓക്കെ, ആൻസർ എ കാച്ച്മെന്റ് ഏരിയ. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. നിങ്ങൾക്ക് ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.